Dear students, Microeconomics Chapter 3, Production and Cost, Part 2, the Law of Diminishing Marginal Product and the Law of Variable Proportions. ഇതിൻ്റെ നോട്ട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലാസ് അല്ല, നോട്ട്സ് ആണ്. NCERT ബേസ്ഡ് നോട്ട്സ് ആണ്. അതിനെ പോയിന്റ്സ് ആക്കി മാറ്റിയിട്ടുള്ള, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോയിന്റ്സ് ആക്കി മാറ്റിയിട്ടുള്ള നോട്ട്സ് ആണ് പറയുന്നത്. The law of diminishing marginal product and the law of variable proportions. In the short run, as some inputs are fixed, the producer can increase output only by increasing variable input. When the producer do this, the proportion between fixed factor and variable factor changes. So, the short run production function is also called the law of variable proportion. If the producer tries to increase production in such a way, that is, by increasing the variable input and keeping fixed input constant, first TP increases at an increasing rate, that is, MP increases. Then TP increases at a diminishing rate, that is, MP starts decreasing. Then TP reaches maximum, that is, MP becomes 0. And then TP starts declining, that is, MP becomes negative. So, the short run production function is also called the law of diminishing marginal product. The law of diminishing marginal product in the table ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേരിയബിൾ ഇൻപുട്ട് ആയിട്ടുള്ള ലേബർ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നു. ടോട്ടൽ പ്രോഡക്റ്റ് കൊടുത്തിരിക്കുന്നു. യു ഹാവ് ടു ഫൈൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ആൻഡ് ആവറേജ് പ്രോഡക്റ്റ്. എങ്ങനെയാണ് കാണാൻ നോക്കുക. ലേബർ കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ പ്രോഡക്റ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാർജിനൽ പ്രോഡക്റ്റ്, സീറോ ലേബറിന്റെ നേരെ മാർജിനൽ പ്രോഡക്റ്റും ഉണ്ടാവില്ല, ആവറേജ് പ്രോഡക്റ്റും ഉണ്ടാവില്ല. ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ലേബർ എംപ്ലോയ് ചെയ്യുമ്പം ടോട്ടൽ പ്രോഡക്റ്റ് 10 ആണ്. അപ്പം മാർജിനൽ പ്രോഡക്റ്റ് കാണാൻ അതിന്റെ തൊട്ട് മുന്നിലുള്ള ടോട്ടൽ പ്രോഡക്റ്റ് മൈനസ് ചെയ്താൽ മതി. 10 - 0 = 10. സെക്കൻഡ് യൂണിറ്റിന്റെ TP 24 ആണ്. 24 - 10 = 14. തേർഡ് യൂണിറ്റിന്റെ ടോട്ടൽ പ്രോഡക്റ്റ് 40 ആണ്. 40 - 24 = 16. ഫോർത്ത് യൂണിറ്റിന്റെ 50 ആണ്. 50 - 40 = 10. ഫിഫ്ത്ത് യൂണിറ്റിന്റെ 56 ആണ്. 56 - 50 = 6. സിക്സ്ത് യൂണിറ്റിന്റെ 57 ആണ്. 57 - 56 = 1. ഇങ്ങനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് കാണുക. അതായത് ലേബർ ഓരോ യൂണിറ്റ് കൂടുമ്പോഴും ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടായ മാറ്റം, വ്യത്യാസമാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ വേരിയബിൾ ഇൻപുട്ട് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ്, 0 യൂണിറ്റിന്റെ നേരെ ഉണ്ടാവില്ല. 10/1 ഫസ്റ്റ് ലേബറിന്റെ നേരെ 10/1 = 10. Then 24/2 = 12. 40/3 = 13.33. 50/4 = 12.5. 56/5 = 11.2. 57/6 = 9.5. ഇതാണ് നമ്മുടെ ടേബിൾ. TPയും MPയും APയും കണ്ടുപിടിക്കുന്ന ടേബിളാണിത്. ഇനി അതിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. TP ഇതാ അപ്വേർഡ് റൈസിങ് ആയിട്ടുള്ള ഒരു കർവ് ആണ്. APയും MPയും ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇതാണ് MP. ആദ്യം മുകളിൽ കൂടെ പോയിട്ട് പിന്നെ രണ്ടും MPയും APയും ഫസ്റ്റ് യൂണിറ്റിന്റെ നേരെ സെയിം ആയിരിക്കും. പിന്നെ MP മുകളിലേക്ക് പൊങ്ങിപ്പോവും, എന്നിട്ട് ഇതവിടെ വന്ന് താഴേക്ക് തിരിയും. അതുപോലെ APയും കുറച്ച് മുകളിലേക്ക് പൊങ്ങി പിന്നെ താഴത്തേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ നമ്മളിപ്പം ചെയ്ത പ്രോബ്ലത്തിന്റെ ഡയഗ്രാം ആണ്. കേർവ് നമ്മൾ വരച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. The law of diminishing marginal product നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. If we plot the data in table on graph paper, placing labor on x-axis and output on y-axis, we get the curve shown in the diagram above. Let us examine what is happening to TP. Notice that TP increases as labor input increases, but the rate at which it increases is not constant.
An increase in labor from 1 to 2 increases TP by 14 units. An increase in labor from 2 to 3 increases TP by 16 units. The rate at which TP increases, as explained above, is shown by the MP. Notice that MP first increases up to 3 units of labor and then begins to fall. This tendency of MP to first increase and then falls is called the law of variable proportions or the law of diminishing marginal product. Law of variable proportions say that marginal product of a factor input initially rises with its employment level, but after reaching a certain level of employment, it starts falling. Why does this happen? In order to understand this, first we define the concept of factor proportions. രണ്ട് ഫാക്ടർ, ഫിക്സ്ഡ് ഫാക്ടറും വേരിയബിൾ ഫാക്ടറും തമ്മിലുള്ള പ്രൊപ്പോർഷൻ, തോത് എന്താണെന്ന് നമുക്ക് നോക്കണം. Factor proportion represents the ratio in which the two inputs are combined to produce output. As we hold one factor fixed and keep increasing the other, the factor proportions change. Initially, as we increase the amount of variable input, the factor proportions become more and more suitable for the production and marginal product increases. But after a certain level of employment, the production process becomes too crowded with the variable input. Suppose the table describes the output of a farmer who has 4 hectares of land and can choose how much labor he wants to use. If he uses only one worker, he has too much land for the worker to cultivate alone. As he increases the number of workers, the amount of labor per unit land increases, and each worker adds proportionally more and more to the total output. Marginal product increases in this phase. When the 4th worker is hired, the land begins to get crowded. Each worker now has insufficient land to work efficiently, so the output added by each additional work is now proportionally less. The marginal product begins to fall. 3 stages of law of variable proportion ആണ്. Total product. First stage 1 first increases at an increasing rate, then at diminishing rate. First stage marginal product increases in the beginning, then reaches a maximum and begins to decrease. Average product first increase, continues to increase and becomes maximum. Stage 2 continue to increase at a diminishing rate. Stage 2 total product continues to increase at a diminishing rate and becomes maximum. Continues to diminish and becomes equal to 0. Marginal product ആണ് പറഞ്ഞത്. Continues to diminish and becomes equals to 0. Average product becomes equals to MP and then begins to diminish. Stage 3 diminishes. Total product diminish ചെയ്യാൻ തുടങ്ങും. Marginal product becomes negative. Average product continues to diminish but will always be greater than 0. 3 stages of law of variable proportion. ഒരു ടേബിളും കൂടി തന്നിരിക്കുകയാണ്. ഈ ടേബിൾ നിങ്ങൾ പോസ് ചെയ്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് നോക്കുക. ഇവിടെ 4th യൂണിറ്റ് വരെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. 4th യൂണിറ്റ് ഓഫ് ലേബറിന്റെ വരെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. Then 5th, 6th and 7th യൂണിറ്റ് വരെ സെക്കൻഡ് സ്റ്റേജ് ആണ്. 8th യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3rd സ്റ്റേജിലേക്ക് കടക്കുന്നതായിട്ട് ഒരു ടേബിളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഓരോ സ്റ്റേജും കാണിച്ചുകൊണ്ടുള്ള. ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ, ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ അവസാനിക്കുന്നു. സെക്കൻഡ് സ്റ്റേജ് MP 0 ആവുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുന്നത്. MPയും APയും ഈക്വൽ ആവുന്ന ഈ പോയിന്റിലാണ് ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുന്നത്. ഇവിടെ സെക്കൻഡ് സ്റ്റേജ്, അതായത് MP 0യും TP മാക്സിമവും ആവുന്ന ഭാഗത്ത് സെക്കൻഡ് സ്റ്റേജ് അവസാനിക്കുന്നു. Shapes of TP, total product, marginal product and average product curves. An increase in the amount of one of the input, keeping all other inputs constant, results in an increase in output.
The total product curve in the input-output plane is a positively sloped curve. Figure shows the shape of the total product curve for a typical firm. We measure units of labor along the horizontal axis and output along the vertical axis. With L units of labor, the firm can at most produce Q1 units of output. According to the law of figure ഒന്ന് കാണിച്ചു തരാം. ടി പിയുടെ ഫിഗർ ഇതാണ്. ടി പിയുടെ ഫിഗർ L units of outputൽ Q1 L units of labor Q1 units of output ആണ് കാണിക്കുന്നത്. അങ്ങനെ ഓരോ യൂണിറ്റ് ഓഫ് ലേബറിലും എത്ര ഔട്ട്പുട്ട് ഉണ്ടെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. According to the law of variable proportion, marginal product of an input initially rises and then after a certain level of employment it starts falling. The MP curve therefore looks like an inverse U-shaped figure. AP curve is also a U-shaped figure. അതും ഇത് കാണിച്ചത് MP curve ആണിത്. MP curve മുകളിലേക്ക് ഉയർന്നു പോകുന്നു, മാക്സിമത്തിൽ എത്തുന്നു, പിന്നെ താഴത്തേക്ക് വന്ന് AP curveന്റെ മാക്സിമത്തിൽ അതിനെ വന്ന് മുട്ടുന്നു, പിന്നെ താഴത്തേക്ക് പോകുന്നു. AP curve തുടക്കത്തിൽ MP curveന്റെ താഴെയാണ് വരിക. അത് വന്നിട്ട് പിന്നെ അതിന്റെ മാക്സിമം പോയിന്റിൽ MP curve ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നു. പിന്നെ അങ്ങോട്ടേക്ക് അവിടുന്ന് APയുടെ താഴത്തേക്ക് പോയാൽ AP പിന്നെ എന്താവുക ചെയ്യുക, കുറയാണ് ചെയ്യുന്നത്. The relation between AP and MP. Let's now see what the AP curve looks like. For the first unit of the variable input, one can easily check that MP and AP are the same. Now as we increase the amount of input, the MP rises. AP being the average of marginal products also rises, but rises less than MP. Then after a point, the MP starts falling. However, as long as the value of MP remains higher than the value of AP, the AP continues to rise. Once MP has fallen sufficiently, its value becomes less than the AP and AP also starts falling. So AP curve is also inverse U-shaped like MP curve. As long as the AP increases, it must be the case that MP is greater than AP. Otherwise, AP cannot rise. Similarly, when AP falls, MP has to be less than AP. It follows that MP curve cuts AP from above at its maximum. The figure shows the shapes of AP and MP curves for a typical firm. The AP of factor 1 is maximum at L. To the left of L, AP is rising and MP is greater than AP. To the right of L, AP is falling and MP is less than AP. ഇതാണ് ഇതിന്റെ ഫിഗർ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ സ്ലൈഡിൽ നോട്ട്സ് എഴുതിയിരിക്കുന്നത്.